ശരി, നീ എന്തായാലും ക്ഷീണിച്ച് വന്നില്ലേ, ഞാൻ പോയി ചായ എടുക്കാം. കമലാസ, ഏറ്റവും ആദ്യം മിക്ക വീട് മാറാൻ പറഞ്ഞ ദിവസം തന്നെ വാടക ചീട്ടെടുത്ത് ഞാൻ കബോർഡിനകത്ത് വെച്ചിരുന്നു. അത് താൻ ബാഗിനകത്തുനിന്ന് കണ്ടെന്നല്ലേ? അത് ആദ്യത്തെ കള്ളം. ശ്രീധരേട്ടനെ കുത്തുകിട്ടിയെന്ന് പറഞ്ഞപ്പോ ആരായാലും എങ്ങനെയുണ്ടെന്ന് മനുഷ്യത്വപരമായി ചോദിക്കണതിന് മുന്നേ ആര് കുത്തി എന്തിനു കുത്തിയെന്നേ ചോദിക്കൂ. ദാറ്റ്സ് ഹൗ ഹ്യൂമൻ ബ്രെയിൻ വർക്ക്സ്. താൻ ചോദിച്ചത് നേരെ തിരിച്ചാണ്. കാര്യം ആര് കുത്തിയെന്നും എന്തിനു കുത്തിയെന്നും തനിക്ക് നന്നായിട്ടറിയാം. തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്റെ മനസ്സിലുണ്ടായ ആശ്വാസം മറച്ചു പിടിക്കാൻ ശ്രമിച്ചത് അങ്ങോട്ട് ഒത്തില്ല. പേര് ചോദിച്ചപ്പോ നിസാരമായിട്ട് അങ്ങ് വീണും തന്നു. നീ വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ. ആ ബാഗ് എടുക്ക്, ആ ബാഗ് എടുക്കാൻ. തുറക്ക്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഗായത്രി, ശരിയാണ്, കുത്തിയത് ഞാൻ തന്നെയാണ്. ഇനി അത് പറയാതെ വേറെ വഴിയില്ലല്ലോ. ഗായത്രി, എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകണമെന്ന് എനിക്കപ്പോ തോന്നിപ്പോയി. ആ സംഗീതയുടെ ഫോൺ എടുത്ത് എന്തെങ്കിലും തുമ്മുണ്ടാക്കണമെന്ന് കരുതിയാണ് ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കി ഞാൻ അവിടെ പോയത്. പക്ഷെ ഫോണും കിട്ടിയില്ല. കറക്റ്റ് സമയത്തിന് അയാൾ വന്ന് എന്നെ പിടിക്കുകയും ചെയ്തു. ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിലെടുത്തിരുന്ന കത്തി കൊണ്ടാണ് ആ പിടിവലിക്കടെ ആൾക്ക് കുത്തേറ്റത്. അല്ലാതെ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തല്ല ഗായത്രി. വിജയ് ചേട്ടാ, ഇനിയിപ്പോ എന്തായാലും ഒന്നും നടക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ ആ മുരളിയെടുത്തും ഇക്കയെടുത്തും വിളിച്ച കാര്യം പറയണം. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്നിട്ട് സാമിന്റെ വീട്ടിലേക്കോ എങ്ങോട്ടോന്ന് വെച്ചാൽ നമുക്ക് പോവാം. അല്ല, നീ ഇപ്പൊ ഇതെങ്ങോട്ട് പോണ? നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ആ കമലഹാസനെ പിടിക്കാൻ നമ്മളെ സഹായിക്കാനാണ് ശ്രീധരേട്ടൻ നിങ്ങളുടെ കത്തിയുടെ മുന്നെടുത്ത് ചാടിയത്. കുത്തിയ നിങ്ങൾക്കൊരു കൂസലില്ലെങ്കിലും എനിക്കങ്ങനെയല്ല. ആ കമലയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഗായത്രി, ഗായത്രി, ഹലോ ഇക്ക, ഞങ്ങളിന്ന് ഇറങ്ങാണ്. ആണോ? വളരെ ഉപകാരം. വൈകുന്നേരമേ അഡ്വാൻസ് എന്ന പൈസ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എഗ്രിമെന്റ് ഒക്കെ എടുത്ത് വച്ചോ കേട്ടോ. ശരി. ആ ഓക്കെ. സിയാ, എന്താ? നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. പറ. ആ പിള്ളേരൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനി എന്നെ തോറി പറയരുത്. നിങ്ങൾ ബാത്റൂം കഴുകി കഴിഞ്ഞു. എന്നാ വേഗം വന്ന് പാത്രം കഴുകും. സന്തോഷ വാർത്ത. അപ്പൊ എന്റെ 20,000 രൂപ സ്വാഹ. ചേട്ടാ, അത് പിന്നെ മതിയുടെ കിടന്ന് ഉരുണ്ടത്. ഒന്നാതെ എനിക്ക് നല്ല സമയമാണ് ഇപ്പൊ. എന്റെ ഭാര്യയ്ക്ക് അവിഹിതം. അത് അന്വേഷിക്കാൻ നിന്നെയൊക്കെ പോലെ 2 കിഴങ്ങുകളെ കൊണ്ടേപ്പിച്ച് ഇപ്പൊ അപ്പുറത്തെ വീട്ടിലുള്ളവനെ എന്റെ വീട്ടിന്റെ മണ്ടേ കൊണ്ടിട്ട് കുത്തിയാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ തന്ന രേഖകളടങ്ങിയ ഫയൽ എനിക്ക് ഇന്ന് ഏൽപ്പിക്കണം. നീ എപ്പോ വരും? ഞാൻ ഉച്ചയ്ക്ക് വരാം. ചേട്ടൻ അവിടെ കാണും. നീ 2 മണിക്ക് ഇക്കി ബാങ്കിന്റെ ഫ്രണ്ടി വാ. ഇക്കി ബാങ്കാ? അതേത് ബാങ്ക്? ആ ആലിന്റെ മൂട്ടിലുള്ള ബാങ്കില്ലേ അത്. ഓ, ICICI ബാങ്ക്. അങ്ങനെയും പറയാം.
ഹലോ Hello. My dear honey, you are awesome. Your arrival in my heart makes me so happy. You are my love and my life. ഹലോ ഇക്ക, പറയടാ. കമലാസനെ കിട്ടി. കിട്ടിയ അടിപൊളി കളിയാ. 1 മണിക്കകത്ത് ഞാൻ എത്തിയിരിക്കും. ലേറ്റ് ആവോ? ഇല്ല, ബസ് കിട്ടുന്നൊരു പാടേ ഉള്ളൂ. ആരാള്? നോ, മുരളി വന്നിട്ടേ ഞാനത് പറയൂ. അതുവരെ സസ്പെൻസ്. പിന്നെ ശ്രീധരൻ ചേട്ടൻ എങ്ങനെ ഉണ്ട്? ആ, കുഴപ്പമില്ല. ശരിയെന്നാ. ഹലോ. വരൂ ഗായത്രി, ഇരിക്കൂ. ഇതെന്തോന്ന് വേഷം? എങ്ങനെയുണ്ട്? അളിയേ തന്നെ ഒന്ന് തികച്ചുണ്ടേ. വെരി വെരി ഗുഡ്. ദാറ്റ്സ് മൈ ബോയ് മാൻ. ഇതെവിടുന്ന് ഇത്രയും കാശ്? സത്യം പറ, നിങ്ങൾ സംഗീത കണ്ടിരുന്നോ? ഏത് സംഗീത? ദേ ഒരുമാതിരി. ഓ, ആ സംഗീത അങ്ങേരായിരിക്കും. ഗായു, ഞാൻ എല്ലാം പറയാം. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു കളി കളിക്കും. നീ ഒന്ന് കണ്ണടച്ചിരിക്കണം, ഓക്കെ? സാം, ഗോ ആൻഡ് മലയാളത്തിൽ പറയണം. ആ കാശ് എടുത്തുണ്ടോ? അകത്തോട്ട് പോയി. പക്ഷെ ഗായു പ്ലീസ്. യെസ്, കമിങ്. എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. വേഗം പറ, ആരാണ് കമലഹാസൻ? പറയാം ചേട്ടാ, ആദ്യം ഇവിടെ നിന്ന് ഇരിക്ക്. ഇരുന്ന് പറ. പക്ഷെ ഞാൻ പറയുന്നത് ചേട്ടൻ ക്ഷമയോടെ കേൾക്കണം. കേക്കാടേ, പറ. ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ കയറി ശ്രീധരനെ കുത്തിയത് ഞാനാണ്. അറിയാതെ പറ്റിപ്പോയതാണ്. നീ എന്തിനാ എന്റെ വീട്ടിൽ കയറിയത്? അത് പറയണോ? ചേട്ടാ, ഞാൻ ശരിക്കും നിങ്ങളുടെ വീട്ടിൽ കയറിയത് പല തുമ്പും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഉള്ളി കയറിയപ്പോ ഞാൻ കണ്ട കാഴ്ച. ചേട്ടനിപ്പോ വരുന്ന വേഗം പോ. കുറച്ചുകൂടി കഴിഞ്ഞ് പോയാ പോരെ മോളെ. ഞാൻ എത്ര അവിടെ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ഇല്ലാത്തപ്പോ വരരുതെന്ന്. നിന്റെ വിഷമം കാണുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല സംഗി. എനിക്കൊന്ന് കേക്കണ്ട, ഇവിടെ ഒന്ന് പോവോ? ഇതെന്തോ മോണോ ആക്റ്റാ? നോ, ഇറ്റ്സ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ അപരവ്യക്തിത്വം. അഥവാ അവൾക്ക് 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് കമലാസൻ, പിന്നൊന്ന് സംഗീത. അന്യൻ സിനിമയിലെ വിക്രമിനെ പോലെ, മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ. ഞാൻ ഇത് വിശ്വസിക്കൂല. വിശ്വസിച്ചേ പറ്റൂ മിസ്റ്റർ. ഇതിന് കാരണക്കാരനേ നിങ്ങളാണ്. നിങ്ങൾ അവളെ സ്നേഹിച്ചില്ല. പോരാത്തതിന് സംശയവും കുത്തുവാക്കുകളും. You know one thing, Mr. മുരളി. സ്നേഹിക്കപ്പെടാനുള്ള അവളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് അവളിൽ നിന്ന് അവൾക്കായി ഒരു കാമുകനെ സൃഷ്ടിക്കാൻ അവളെ തന്നെ പ്രേരിപ്പിച്ചത്. How beautiful. ഒറ്റയ്ക്കാവുമ്പോൾ അവൾ തന്നെ അവളെ പ്രണയിച്ചു, ഉമ്മ വെച്ചു, കത്തുകൾ എഴുതി. കണ്ടതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ദാ കാണ്. ഉപബോധ മനസ്സിൽ പോലും അവിഹിതത്തിന് തയ്യാറാക്കാത്തൊരു പാവം കുലസ്ത്രീ ആയിരുന്നടോ തന്റെ പത്നി. ഇത് മരുന്ന് കഴിച്ചാൽ മാറുമോ? ഇതിനാകെ ഒറ്റ മരുന്നേ ഉള്ളൂ, പങ്കാളിയുടെ സ്നേഹവും വിശ്വാസവും. അതാവശ്യത്തിന് കിട്ടിയാൽ കമലാസൻ വന്ന വഴി തന്നെ തിരിച്ചു പോക്കോളൂ. എനിക്കിപ്പോ സംഗീതം കാണണോ? സംഗീതം കാണണോ? അയ്യോ ചേട്ടാ, നമ്മുടെ ഫീസ് ഗൂഗിൾ പേ ചെയ്യാം. എന്നൊന്ന് ഗൂഗിൾ പേ ചെയ്യാടാ. വേഗം വിട്ടോ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഓക്കെ ആക്കി.
അളിയ എല്ലാം സോൾവ് അല്ലേ? ഹാപ്പി എൻഡിങ് അല്ലേ? ഹാപ്പി 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 ഞാനും ഹാപ്പി മുരളി ഹാപ്പി 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 സാമു ഹാപ്പി നീയും ഹാപ്പി. ആര് ഹാപ്പിന്ന്? നിങ്ങളെ സംഗീതം കൂടെ ഒത്തു കളിച്ചാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് വെച്ചാ? ഗായത്രി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീട്ടിനകത്ത് ഷൂവും ഒരുമാതിരി കോമാളി വേഷവും എനിക്ക് കാണുമ്പോ തന്നെ അറപ്പ് തോന്നണം. എല്ലാം ചെയ്തു വെച്ചിട്ട് ന്യായം ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്കടി. നീ പോയ ഉടനെ തന്നെ ഞാൻ മുരളിയെ വിളിച്ചിരുന്നു. നീ 2 മണിക്ക് ഇക്കി ബാങ്കിന്റെ ഫ്രണ്ടി വാ. ഇക്കി ബാങ്കാ? അതേത് ബാങ്ക്? മുരളിക്ക് ഇംഗ്ലീഷ് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വിജേഷിനെ കൊണ്ട് മറ്റൊരു രീതിയിൽ ചിന്തിപ്പിച്ചതും നമ്മുടെ കേസിന് അതൊരു വഴിത്തിരിവായതും. മൈ ഡിയർ ഹോണി യു ആർ ആവേശം. മൈ ഡിയർ ഹണി യു ആർ ഓസം. കത്ത് വായിച്ചതിൽ മുരളിക്ക് നിങ്ങൾക്ക് പറ്റിയ പിഴവാണ് എല്ലാത്തിനും കാരണം. കത്തിലുണ്ടായിരുന്ന പേരെ കമലഹാസൻ അല്ല, കമാൽ ഹസനാണ്. യോസ് കമൽ ഹാസൻ. കമാൽ ഹാസൻ, ഈ പേര് ഞാൻ എവിടെയോ. അയ്യോ, എവിടെയോ അല്ല, ഇവിടെ തന്നെ ഉണ്ട്. മിസ്റ്റർ കമാൽ ഹസൻ. അറിയാതെയാണെങ്കിലും മുരളി നിങ്ങളുടെ മനസ്സിലോട്ട് കമാൽ ഹസൻ എന്നുള്ള പേര് കമലഹാസനാക്കി പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ഈ ഇക്ക ഇത്രയും കാലം രക്ഷപ്പെട്ടത്. ഇയാൾ നമുക്ക് തന്ന വാടക ചീട്ടിലേ നമുക്ക് കിട്ടിയ കത്തിലെ കൈയക്ഷരവും നോക്കിയപ്പോ രണ്ടും ഒന്ന് തന്നെ. പിന്നെ മുരളിയുടെ പാസ്റ്റ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആശാന് നല്ല പേടിയുണ്ടായിരുന്നു. പണ്ട് മുരളിയുടെ വീട്ടിൽ കറണ്ട് ബില്ല് എഴുതുന്ന ഒരാൾ വന്നു. അയാൾ ഭാര്യയുടെ അടുത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഭാര്യ വെള്ളം കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട മുരളി എന്താണ് ചെയ്യുന്നറിയാം? അവന്റെ കുണ്ടിക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് അവനെ കറണ്ട് അടിപ്പിച്ചു. മുരളി അറിഞ്ഞാൽ മാത്രമല്ല, ഇയാളുടെ ഭാര്യ അറിഞ്ഞാലും ഇയാളുടെ പടം കീറും. സത്യം. യഥാർത്ഥത്തിൽ സംഗീതം നിരപരാധിയാണ്. അവസാനം അവന്റെ ആൾക്കാരെല്ലാം കൂടെ വന്നേ പ്രശ്നം ഉണ്ടാക്കി നാട്ടിൽ നിൽക്കാൻ വയ്യാതായി. അങ്ങനെ രായ്ക്ക് രാമാന് പെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് പുത്തൻ ചെറുള്ള എന്റെ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. അങ്ങനെ വീണ്ടും അടിയും വഴക്കും വീടുമാറിലൊന്നും വയ്യാത്തോണ്ടാ ഞാൻ ആ കത്ത് മറച്ചു വെച്ചത്. വഴക്ക് ഞാൻ തികച്ച് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. കേസ് പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ്സ് അന്വേഷിക്കുന്നതായപ്പോ ഇയാളെ നൈസായിട്ട് അത് നമ്മളുടെ അടുത്തോട്ടാക്കി. ഈ കേസ് ഞാൻ നേരത്തെ വേറൊരു ടീമിന് കൊടുക്കുന്നതാണ്. അപ്പൊ ഇയാളാണ് വന്ന് നിങ്ങളെ കാര്യം പറഞ്ഞത്. നമ്മളിത് ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു, അല്ലേടോ കമലഹാസ? പോരാത്തതിന് ഇടയ്ക്ക് വെച്ച് അന്വേഷണം വഴിതിരിച്ചു വിട്ടതും ഇയാളാണ്. പിന്നല്ലാതെ ഇപ്പൊ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കണം. ആ ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഈ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തിക്കൊണ്ടു പോകുന്ന എനിക്കൊരു പിടിയുമില്ല. പിന്നെ ഈ കാശ് അത് ഈ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇയാളാണ് നമുക്ക് തന്നത്. നമുക്ക് ഇയാളോട് ക്ഷമിക്കാന്നേ. ഒരു ദുർബല നിമിഷത്തെ ആശാൻ കയറി ഒന്ന് ട്രൈ ചെയ്തു, നടന്നില്ല. അതിൽ ഇയാൾക്ക് നല്ല കുറ്റബോധമുണ്ട്. ആ മുരളി എങ്ങാനും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യും. ആ പാവ സംഗീതയുടെ ഉള്ള സമാധാനം കൂടെ പോകും. അത് പേടിച്ചിട്ടാണ് ആ സംഗീതയെ നമുക്ക് ആ മോണാക്ടിന്റെ വീഡിയോ ഇങ്ങോട്ട് അയച്ചു തന്നത്. പിന്നെ നമ്മളിത് എത്രയൊക്കെ മറച്ചു വെച്ചാലും നാളെ ഒരു സമയത്ത് ഇങ്ങേരുടെ ഭാര്യ എങ്ങാനും ഇതറിഞ്ഞ മൂഞ്ചു. പിന്നെ ഈ പൈസ ഞാൻ മേടിച്ചത് ശ്രീധരേട്ടന് കൊടുക്കാനാണ്. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നത്തിന് ഇതെങ്കിലും ഞാൻ ചെയ്യേണ്ട ഗായത്രി. വിജയശേട്ടാ, ഞാൻ അറിയാതെ. ഒരു മിനിറ്റ് നിക്ക്. മിസ്റ്റർ കമാൽ ഹസൻ, താനിവിടെ എന്തോ കാണാൻ വേണ്ടിട്ട് നിൽക്കുക? തന്റെ സേവനമൊക്കെ ഇവിടെ മതി, പോവാൻ നോക്ക്. എടോ, നമ്മൾ ഇത് ആരോടൊന്നും പറയൂല, പോ. സോറി. പോയി തന്നെ പെണ്ടാട്ടിയോട് ആദ്യം പറയണോ. അവളുടെ അടുത്ത് പറഞ്ഞു. ഗായത്രി, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമം തോന്നിയാലും ഒരു കുഴപ്പമില്ല. നിനക്ക് വേണ്ടി ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് കൂടെ വന്നവനാണ് ഈ വിജേഷ്. അവനെ നീ നിന്റെ ഭർത്താവായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടെങ്കിലും ഇന്ന് വരെ പരിഗണിച്ചിട്ടുണ്ടോ? പറ്റുമ്പോഴെല്ലാം നീ അവനെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ, മുറിവേൽപ്പിച്ചിട്ടേ ഉള്ളൂ. എടി, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അവന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. അത് പറയാൻ വേണ്ടി അവൻ നിന്നെ വിളിച്ചപ്പോ മാഡത്തിന് ഒടുക്കത്തെ തിരക്ക്. നീ എന്നോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അതും പോട്ടെ, അവൻ ചത്തോ ഇല്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് അതിനുശേഷം ഒരു തവണയെങ്കിലും നീ എന്നെ അവനെ ഒന്ന് വിളിച്ചോ? ഇല്ല. ഇവനെങ്ങാനും കയറി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ? അതെങ്ങനെ? ഇങ്ങനെ ഒരാൾ നിന്റെ മനസ്സിലുണ്ടെങ്കിലല്ലേ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആവശ്യമുള്ളൂ. എടി, ഒരു മനുഷ്യൻ ആരോട് ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവൻ എങ്ങനെ തട്ടിക്കളിക്കാതെ അവനൊരു ഡൈവേഴ്സ് കൊടുത്ത് ഒഴിവാക്ക്. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ.
വിജയ് എനിക്കൊന്നും വേണ്ട, ഡിക്റ്റേറ്റീവ് ആവണ്ട, ഒന്നും ആവണ്ട. നമുക്ക് പഴയ നമ്മളായാൽ മതി. ഇല്ല ഗായത്രി, ഇത്രയൊക്കെ ആയിട്ട് ഇനി എങ്ങനെ പഴയതുപോലെ? വിജയ് എന്നെ വേണ്ടെന്ന് പറയല്ലേ. അതിന് വേണ്ടതാര് പറഞ്ഞു? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്കിനി പഴയ ജോലിക്കൊന്നും പോകാൻ തോന്നില്ല. ഈ ഡിക്റ്റേറ്റീവ് പരിപാടി കൊള്ളാം. അതുമല്ല, നമ്മൾ അതിവിദഗ്ധമായ ഒരു കേസൊക്കെ തെളിയിച്ചല്ലേ. നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? കേട്ടോടി, നീ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൻ പറഞ്ഞേ. അപ്പൊ എൻ്റെ അടുത്ത് ഒരു പ്രശ്നവും ഇല്ല? ഒരു പ്രശ്നവുമില്ല. ശരിക്കും ശരിക്കും ഞാൻ എല്ലാം നിർത്തി. ഇവിടെ ഉള്ള ഒരുത്തിയെ കൊണ്ടാ വയ്യ. അപ്പോഴാണ് പുതിയൊരു അവീതം. നിർത്തിയാ തനിക്ക് കൊള്ളാം. എന്ത് എങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. പോയിട്ട് രമേ, വീട്ടിൽ പോയിട്ട് അലക്കാൻ ഉള്ളതാണ്. ഓക്കെ. സി വിജയ് ഈ കേസിൽ ഷീനയുടെ അരഞ്ഞാണം എടുത്തത് അമ്മായി അമ്മ എടുക്കാൻ ഒരു ചാൻസ് ഇല്ല ഗായത്രി. കാരണം ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. ശ്രീധരേട്ടൻ എന്തു പറഞ്ഞു? മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ചേച്ചി, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അടിപൊളി. എന്നെ വിളിച്ച് മുരളി ചേട്ടനാ. എന്തു പറഞ്ഞു? അനിയ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സംഗീത പ്രഗ്നന്റ് ആയി. സൂപ്പർ. ഇങ്ങനെ ഇരുന്നാ മതിയാ? ഷീനയുടെ കേസ് അന്വേഷിക്കാൻ പോണ്ടേ? വാ പോവാം. ആരും എങ്ങോട്ടും പോണില്ല. ഞങ്ങൾക്കൊരു കേസുണ്ട്.